So in last class we have learned about Cortex-M23. So today in this video we are going to study about Cortex-M33. Okay. So ഈ Cortex-M23യും Cortex-M33യും രണ്ടും ARM V8M ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ. സോ Cortex-M33 എന്ന് പറയുന്നത് Cortex-M23നേക്കാളും മോർ പവർഫുൾ ആണ്. അതേപോലെ തന്നെ 23നേക്കാളും മോർ ഫീച്ചേഴ്സ് ഉണ്ട് ഏതിന് M33ക്ക്. ഓക്കെ. സോ ഈ നമ്മൾ ഈ M23 നമ്മൾ ഡിസൈൻ ചെയ്ത് എന്തിനാണ് ലോ പവേർഡ് ആയിട്ടുള്ള സിസ്റ്റംസും IoT ഡിവൈസസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ഈ M33യും അതേപോലെ തന്നെ എംബെഡഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ M23നേക്കാളും കുറച്ചുകൂടെ ഹയർ പെർഫോമൻസും ബെറ്റർ സെക്യൂരിറ്റിയും അതേപോലെ ഫാസ്റ്റ് പ്രോസസ്സിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് M33 ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. സോ വാട്ട് ഇസ് M33? Cortex-M33 is a 32-bit ARM processor based on the ARM V8M mainline architecture. Okay, so this is based on the mainline architecture of the ARM processor, which is the ARM V8M architecture. Okay, so 32-bit എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രൊസസ്സറിന് 32 ബിറ്റ് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് 32-ബിറ്റ് പ്രൊസസ്സറാണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മെയിൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ലൈൻ എന്ന് വെച്ചാൽ എല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചറും ഉണ്ടാവും. ഓക്കെ, ബേസ് ലൈനാണ് Cortex-M23 യൂസ് ചെയ്തത്, 33ലാണ് മെയിൻ ലൈൻ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ, മെയിൻ ലൈനിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം Cortex-M23 ബേസ് ലൈനാണ് യൂസ് ചെയ്യണത്, Cortex-M33 മെയിൻ ലൈനാണ് യൂസ് ചെയ്യണത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഹൈ പെർഫോമൻസ് embedded systems, secure IoT applications, real-time processing, AI-enabled edge devices. Okay. സോ ഹൈ പെർഫോമൻസും സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, സോ AI എനേബിൾഡ് എഡ്ജ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ AI ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരു സ്മാർട്ട് ക്യാമറയിൽ ഒരാളെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഒരാളെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുക, പക്ഷേ ആ ഇമേജ് അവിടെ ക്യാപ്ചർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളൂ. അതൊക്കെയാണ് എഡ്ജ് AI എന്ന് പറയുന്നത്. ഓക്കെ, സോ Cortex-M3 provides an excellent balance between പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എത്ര ഫാസ്റ്റ് ആൻഡ് ക്വിക്ക്ലി അത് കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നു. പിന്നെ സെക്യൂരിറ്റി ആൻഡ് പവർ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ കുറച്ച് പവർ മതി ഈ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യാൻ, ഈ M33 പ്രൊസസ്സറിൻ്റെ സിസ്റ്റംസൊക്കെ വർക്ക് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Cortex-M33. ഓക്കെ, സോ ഇതിൽ ARM V8M മെയിൻ ലൈൻ പ്രൊസസ്സറാണ് യൂസ് ചെയ്യണത്. ഓക്കെ, സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ മെയിൻ ലൈൻ പ്രൊസസ്സറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റ്സ് ദ അഡ്വാൻസ്ഡ് മെയിൻ ലൈൻ പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെയിൻ ലൈൻ ആയിട്ടുള്ള പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ആൻഡ് ഓൾസോ എൻഹാൻസ്ഡ് പെർഫോമൻസ് ആൻഡ് പ്രോസസ്സിങ് ഉണ്ടാവും ഇവിടെ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് സ്യൂട്ടബിൾ ഫോർ കോംപ്ലെക്സ് എംബെഡഡ് ആപ്ലിക്കേഷൻസ്. പിന്നെ നെക്സ്റ്റ് ഹയർ പെർഫോമൻസിൽ പറയുന്നത് എന്താണ്? ഓരോ ഇൻസ്ട്രക്ഷൻസ് ഫാസ്റ്റായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, ആൻഡ് ഒപ്റ്റിമൈസ് ഫോർ റിയൽ ടൈം ആൻഡ് മൾട്ടി ടാസ്കിങ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, റിയൽ ടൈം ആൻഡ് മൾട്ടി ടാസ്കിങ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പൈപ്പ് ലൈൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അതാണ് മൾട്ടി ടാസ്കിങ്. ഓക്കെ, പിന്നെ സപ്പോർട്ട്സ് എഫിഷ്യൻറ്റ് പൈപ്പ് ലൈൻ ആൻഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അതേപോലെ പൈപ്പ് ലൈൻ എന്താണെന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ ഇത് കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് DSP സപ്പോർട്ട്. DSP എന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്. ഓക്കെ, അപ്പോൾ DSP എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യും. ഓക്കെ, ഓഡിയോ സിഗ്നൽസ് ആവാം, ECG സിഗ്നൽസ്, അങ്ങനെ എന്ത് സിഗ്നൽസും ആവാം. ഓക്കെ, സോ ഈ Cortex-M33ക്ക് സ്പെഷ്യൽ DSP സിഗ്നൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് കാൽക്കുലേഷൻസ് ഒക്കെ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Improves performance in audio processing, sensor signal analysis, digital filtering, machine learning, interference. Oh, these are the areas which improves its performance using the DSP. Okay, this reduces the processing time for mathematical operations. The next is the floating point unit, FPU. FPU means floating point unit. Okay, floating point ഒരു നമ്പർ എന്താ? ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പർ വിത്ത് ഡെസിമൽ പോയിൻറ്റ്സ് ആണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പ്രൊസസ്സറിന് ഡെസിമൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ Cortex-M33ക്ക് എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഡെസിമൽ കാൽക്കുലേഷൻസ് ഒക്കെ ഫാസ്റ്റായിട്ട് നടക്കും. ഓക്കെ,
സോ സപ്പോർട്ട്സ് ഹാർഡ്വെയർ ബേസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കാൽക്കുലേഷൻ. അപ്പോൾ ഹാർഡ്വെയർ ബേസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കാൽക്കുലേഷനെ സപ്പോർട്ട് ചെയ്യും. ആക്യുറസിയും സ്പീഡൊക്കെ കൂട്ടും മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസിൻ്റെ. പിന്നെ യൂസ്ഫുൾ ഇൻ AI സിസ്റ്റം, മെഡിക്കൽ ഡിവൈസസ്, മെഡിക്കൽ സിഗ്നൽ പ്രോസസ്സിംഗ്, റോബോട്ടിക്സ്, അതേപോലെ സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസ്, കാൽക്കുലേഷൻസിലൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. ഓക്കെ, ഈ Cortex-M33. നെക്സ്റ്റ് ഇസ് ആപ്ലിക്കേഷൻ ഓഫ് Cortex-M33. ഫസ്റ്റ് വണ് ഇൻഡസ്ട്രിയൽ IoT. അപ്പം ഈ സ്മാർട്ട് ഫാക്ടറീസ്, അതേപോലെ തന്നെ മെഷീൻസിൻ്റെ മോണിറ്ററിങ്, ഫാക്ടറി ഓട്ടോമേഷൻസ്, പിന്നെ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ IoT. ഓക്കെ, പിന്നെ സ്മാർട്ട് ഹോം ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മാർട്ട് ലൈറ്റിംഗ് സിസ്റ്റംസ്, സ്മാർട്ട് സെക്യൂരിറ്റി സിസ്റ്റംസ്, വോയിസ് കൺട്രോൾഡ് ഹോം ഓട്ടോമേഷൻ ഡിവൈസസ്. അതായത് ഇപ്പോൾ നമ്മൾ ഫാൻ ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ഫാൻ ഓൺ ആവും, അങ്ങനത്തെ ഒക്കെ സ്മാർട്ട് ഹോംസ് ഉണ്ടാവുമല്ലോ. സോ അതൊക്കെ ഈ Cortex-M33 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ AI എഡ്ജ് സിസ്റ്റം. AI എഡ്ജ് സിസ്റ്റം പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്ജ് AI പ്രോസസ്സിംഗ് ഡിവൈസസ്, ഇപ്പോൾ ഫേസ് റെക്കഗ്നിഷന്, അതേപോലെ സ്മാർട്ട് ഹെൽത്ത് ഡിവൈസസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, അതാണ് AI സിസ്റ്റത്തിൽ പറയുന്നത്. സോ കമ്മിങ് ടു ഫീച്ചേഴ്സ് ഓഫ് Cortex-M33. അപ്പോൾ ഫീച്ചേഴ്സിൽ മെയിനായിട്ട് നമ്മൾ ഒരു 4 ഫീച്ചേഴ്സാണ് പറയുന്നത്. 5 ഫീച്ചേഴ്സാണ് പറയുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫീച്ചർ ഇസ് ട്രസ്റ്റ് സോൺ ടെക്നോളജി. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് you can see trust zone technology. Okay, ഈ ട്രസ്റ്റ് സോൺ ടെക്നോളജി എന്താണ്? പ്രൊവൈഡ്സ് ഹാർഡ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റി ഐസൊലേഷൻ. ഓക്കെ, സോ ഹാർഡ്വെയർ ബേസ്ഡ് സെക്യൂരിറ്റി ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത്, അതിൻ്റെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇവിടെ ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സെപ്പറേറ്റ് സെക്യൂർ ആൻഡ് നോൺ സെക്യൂർ എക്സിക്യൂഷൻ എൻവയൺമെൻറ്റ്സ്. ഇവിടെ രണ്ട് എന്താ പറയുക, ഈ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂർ ആൻഡ് നോൺ സെക്യൂർ വേൾഡ് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെക്യൂറിൽ എന്താണ്? ക്രെഡൻഷ്യൽസ്, പാസ്വേഡ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സെക്യൂറിൽ ഉണ്ടാവുക. നോൺ സെക്യൂറിലാണെങ്കിൽ നമ്മൾ നോർമൽ ഈ ഡാറ്റാസ്, ഇപ്പോൾ LED പറ്റി, ഡിസ്പ്ലേസ്, സെൻസേഴ്സ്, അതൊക്കെയാണ് നോൺ സെക്യൂർ വേൾഡിൽ ഉണ്ടാവുക. ഓക്കെ, സോ പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഡാറ്റ ആൻഡ് ഫേംവെയർ ഫോർ സൈബർ ത്രെറ്റ്. ഓക്കെ, ഫേംവെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്മോൾ കോഡാണ്. ഓക്കെ, ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഫേംവെയർ. ഓക്കെ, സോ കമ്മിങ് ടു നെക്സ്റ്റ് ഇസ് DSP ഇൻസ്ട്രക്ഷൻസ്. DSP ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ Cortex-M33ക്ക് ബിൽഡിൻ ആയിട്ടുള്ള DSP ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ DSP ഇൻസ്ട്രക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതെന്താണ്? ഓഡിയോ പ്രോസസ്സിങ്, ഇമേജ് പ്രോസസ്സിങ്, സെൻസർ ഡാറ്റ അനാലിസിസ്, AI ഇൻ്റർഫറൻസ് ടാസ്കുകളൊക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, സപ്പോർട്ട്സ് അഡ്വാൻസ്ഡ് DSP ഓപ്പറേഷൻസ് ഫോർ ഫാസ്റ്റ് സിഗ്നൽ പ്രോസസ്സിങ്. ഓക്കെ, സോ അഡ്വാൻസ്ഡ് DSP ഓപ്പറേഷനാണ് ഇവിടെ ഉള്ളത്. സോ അതുകൊണ്ട് എന്താ? ഫാസ്റ്റ് സിഗ്നൽ പ്രോസസ്സിംഗ് ആണ് നടക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബെറ്റർ പെർഫോമൻസ്. സോ ഇൻ ബെറ്റർ പെർഫോമൻസ് ഈ Cortex-M23നെക്കാളും ബെറ്റർ ആയിട്ടാണ് Cortex-M33 വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഹയർ പെർഫോമൻസ് ആണ് Cortex-M33ക്ക് വെൻ കമ്പയർഡ് ടു Cortex-M23. ഓക്കെ, സോ അപ്പോൾ ഇത് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുക? ഈ ഇങ്ങനത്തെ റോബോട്ടിക്സ്, അതേപോലെ ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ്, അതേപോലെ മെഡിക്കൽ ഡിവൈസസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ത്രൂപുട്ട്. suitable for advanced real-time embedded systems. So advanced real-time embedded systems ഏതൊക്കെ ആവും? ഈ റോബോട്ടിക്സ്, മെഡിക്കൽ ഡിവൈസസ് ഒക്കെ അതിൽ വരും. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി. സോ Cortex-M33 പ്രൊവൈഡ് മൾട്ടി ലെയർ സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇൻക്ലൂഡ്സ് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി മെക്കാനിസംസ്. അപ്പോൾ ഇവിടെ സിംഗിൾ അല്ല, കുറേ മൾട്ടിപ്പിൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഈ M33ലുണ്ട്. ഓക്കെ, സോ അത് ഏതൊക്കെയാണ്? സെക്യൂർ ബൂട്ട്, മെമ്മറി പ്രൊട്ടക്ഷൻ, ട്രസ്റ്റ് സോൺ ഐസൊലേഷൻ. ഓക്കെ, സെക്യൂർ ബൂട്ട്, മെമ്മറി പ്രൊട്ടക്ഷൻ ആൻഡ് ട്രസ്റ്റ് സോൺ ഐസൊലേഷൻ ആണ് ഇവിടെ എൻഹാൻസ്ഡ് സെക്യൂരിറ്റിയിലുള്ള മെക്കാനിസം. ഓക്കെ, സോ സെക്യൂർ ബൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ചെക്ക് ചെയ്യും, അത് നമ്മൾ ഇപ്പം ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബൂട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അത് ജെന്യുവൻ ആണോ, ഓതറൈസ്ഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അതാണ് സെക്യൂർ ബൂട്ട്. മെമ്മറി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോഗ്രാം, ഇപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാണ്. അതായത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക? ഒരു പ്രോഗ്രാം വേറൊരു അനദർ പ്രോഗ്രാമിൻ്റെ മെമ്മറിയിൽ നിന്ന് പ്രോഗ്രാം എടുക്കാൻ നോക്കുമ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ട്രസ്റ്റ് സോൺ ഐസൊലേഷൻ എന്താണ്? സെക്യൂർ ആപ്ലിക്കേഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ്. ഏതൊക്കെയാണ്? ഒന്ന് സെക്യൂർ ആൻഡ് നോൺ സെക്യൂർ, നേരത്തെ പറഞ്ഞത് തന്നെ. ഓക്കെ, ട്രസ്റ്റ് സോൺ. സോ ദിസ് ഹെൽപ്സ് പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് ഫേംവെയർ അറ്റാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ അൺഓതറൈസ്ഡ് ആക്സസും ഫേംവെയർ അറ്റാക്കുകളൊക്കെ ഒഴിവാക്കും. ഓക്കെ, അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മളെ ഈ ഒരു
ഇല്ലീഗലായിട്ടുള്ള ഒരാൾ ആക്സസ് ചെയ്യാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താ, മെലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഇസ് FPU. FPU എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ്. ഓക്കെ, സോ ഹാർഡ്വെയർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ് ആക്സിലറേറ്റ്സ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റിൽ ഹാർഡ്വെയർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഉള്ളതുകൊണ്ട് ഇതെന്താക്കും, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കാൽക്കുലേഷൻസിനൊക്കെ ആക്സിലറേറ്റ് ചെയ്യും, അതായത് സ്പീഡപ്പ് ചെയ്യും. ഓക്കെ, സോ മെനി അധികം ആപ്ലിക്കേഷൻസിനും ഡെസിമൽ കാൽക്കുലേഷൻസ് ആവശ്യമാണ്. സോ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇംപ്രൂവ്സ് പെർഫോമൻസ് ഇൻ മാത്തമാറ്റിക്കൽ ആൻഡ് scientific computations. Okay, so this is important for AI systems, അതേപോലെ മെഡിക്കൽ ഡിവൈസസ്, ഇപ്പം ബോഡി ടെമ്പറേച്ചർ നോക്കുന്ന ഡിവൈസ് അങ്ങനെയൊക്കെ. പിന്നെ റോബോട്ടിക്സിൽ യൂസ് ചെയ്യും, AI യൂസ് ചെയ്യും, അതേപോലെ തന്നെ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ, ഇപ്പം ഓഡിയോ അല്ലെങ്കിൽ ECG അങ്ങനത്തേലൊക്കെ FPU ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദ Cortex-M 33. Okay, so in this block diagram there are many blocks. Okay, here we can see NVIC, then wake up interrupt controller, then CPU is there, then DSP, data watch point, break point unit, MTB, then there is a coprocessor interface, FPU, JTAG, serial wire. So these are the main components in the ARM Cortex-M33 architecture. Okay, so looking to each of these components, the first one is NVIC. Okay, so what is NVIC? NVIC is nested vector interrupt controller. Okay, so ഈ നെസ്റ്റഡ് വെക്ടർ ഇൻറ്ററപ്റ്റ് കൺട്രോളർ എന്താണെന്ന് നമ്മൾ മുമ്പൊക്കെ പറയണത്, കാരണം M23 ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഈ NVIC ആണ് ഇമ്മീഡിയറ്റ്ലി CPU ഇൻഫോം ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ CPU ഏറ്റവും ഫാസ്റ്റായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യുക NVIC ആണ്. ഓക്കെ, അതാണ് ഇൻട്രപ്റ്റ് കൺട്രോളർ. ഓക്കെ, സോ അത് ഡിസൈഡ് ചെയ്യും ഇൻട്രപ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതായത് ഇപ്പോൾ കുറേ ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ഏത് ഇൻട്രപ്റ്റാണ് ആദ്യം ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഈ NVIC ആണ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് NVIC. സോ സെയിം ആസ് M23 പോലെ തന്നെയാണ് M33 NVIC. ഓക്കെ, ഹാൻഡിൽസ് ഇൻട്രപ്റ്റ്സ് ആൻഡ് എക്സെപ്ഷൻസ്, സപ്പോർട്ട് പ്രയോറിറ്റി ബേസ്ഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ്. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യും. ഇംപ്രൂവ്സ് റിയൽ ടൈം പെർഫോമൻസ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് NVIC. നെക്സ്റ്റ് വൺ ഇസ് വേക്കപ്പ് ഇൻട്രപ്റ്റ് കൺട്രോളർ. സോ വാട്ട് ഈസ് വേക്കപ്പ് ഇൻട്രപ്റ്റ് കൺട്രോളർ? അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് ഇപ്പം നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അത് സ്ലീപ്പ് മോഡിലേക്ക് പോകും. ഓക്കെ, ബാറ്ററി ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്ലീപ്പ് മോഡിലേക്ക് പോകും. ഓക്കെ, അപ്പം അത് സ്ലീപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആ വാച്ച് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ അത് ഓൺ ആവണമല്ലോ. സോ അപ്പം അങ്ങനെ സ്ലീപ്പിലുള്ള സമയത്ത് അതിനെ വേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻട്രപ്റ്റ് കൺട്രോളറാണ് വേക്കപ്പ് ഇൻട്രപ്റ്റ് കൺട്രോളർ. ഓക്കെ, ദിസ് ഇസ് ഓൾസോ സെയിം ആസ് Cortex-M23. wakes the processor from low power sleep mode. Okay, reduces power consumption. അപ്പോൾ ഇതിലുള്ളതുകൊണ്ട് പവർ കൺസപ്ഷൻ കുറയും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് CPU. ഓക്കെ, സോ CPU ഇൻ ദ മെയിൻ ലൈൻ. ഓക്കെ, 23 ബേസ് ലൈൻ ഇരുന്ന് 33 മെയിൻ ലൈനാണ്. ഓക്കെ, സോ സെയിം ആസ് Cortex-23 ബട്ട് Cortex-M33 പ്രൊവൈഡ്സ് ഹയർ പെർഫോമൻസ് ആൻഡ് അഡീഷണൽ ഓപ്പറേഷണൽ ഫീച്ചേഴ്സ്. ഓക്കെ, M23 പോലെ തന്നെയാണ് ഇവിടെയും, പക്ഷേ എന്താണ്, ഫീച്ചേഴ്സൊക്കെ കൂടും. ഓക്കെ, അപ്പോൾ എല്ലാ കാൽക്കുലേഷൻസും പ്രോഗ്രാം എക്സിക്യൂഷനൊക്കെ ഇവിടെ മോർ ഇംപ്രൂവ്ഡ് വേർഷനിലാണ്, ഫാസ്റ്റർ ആൻഡ് അഡ്വാൻസ്ഡ് വേർഷനിലാണ് നടക്കുക. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 32-bit റിസ്ക് ആർക്കിടെക്ചറാണ്. ഓക്കെ, റിസ്ക് ആർക്കിടെക്ചർ നമ്മൾ മുമ്പും പഠിച്ചല്ലോ, അവിടെ അതേപോലെ തന്നെ ഇവിടെ 32-bit റിസ്ക് ആർക്കിടെക്ചറാണ്. ലോ പവർ കൺസപ്ഷൻ ആൻഡ് എഫിഷ്യൻറ്റ് എംബഡഡ് പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്താണ്? സ്മാർട്ട് സെൻസേഴ്സിൽ മെഡിക്കൽ വെയറബിൾസ്, അതായത് ഇപ്പം ഫിറ്റ്നസ് ബാൻഡൊക്കെ. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ആ കാറിൻ്റെ എയർ ബാഗിൻ്റെത്, അതൊക്കെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ MPU എന്ന് പറഞ്ഞാൽ മെമ്മറി പ്രൊട്ടക്ഷൻ യൂണിറ്റ്. അതും Cortex-M23 പോലെ തന്നെ മെമ്മറി ആക്സസ് കൺട്രോൾ ചെയ്യും, സെൻസിറ്റീവ് ഡാറ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സേഫ്റ്റിയും റിലയബിലിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം 2 ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാതെ വേറൊരു ആപ്ലിക്കേഷനിൽ പോയി ഓവർറൈറ്റ് ചെയ്യുക, അതൊന്നും നടക്കില്ല. മെമ്മറീൻ്റെ ഡാറ്റ ഒക്കെ ഭയങ്കര സെക്യൂർ വേയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് മെമ്മറി പ്രൊട്ടക്ഷൻ യൂണിറ്റ്. നെക്സ്റ്റ് ഇസ് DSP എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഓക്കെ, ഇത്
ഈ കോർട്ടെക്സ് M23 ഈ DSP ഇല്ലായിരുന്നു. ഓക്കെ, അഡീഷണൽ ഫീച്ചറാണ് ഈ കോർട്ടെക്സ് M33. ഓക്കെ, അപ്പം DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 23 ഇല്ല. ഓക്കെ, 33 പുതിയതായിട്ട് ആഡ് ചെയ്ത ഫീച്ചറാണ് DSP. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണ് ഈ സിഗ്നൽ പ്രോസസ്സിങ്ങും അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് DSP കൊണ്ടുവന്നത്. ഓക്കെ, ഈ ഓഡിയോ പ്രോസസ്സിങ്, മോട്ടോർ കൺട്രോള് അതേപോലെ ഇമേജ് പ്രോസസ്സിങ്, സെൻസർ ഡാറ്റ അനാലിസിസ്, ഇതൊക്കെയാണ് DSPൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരു നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്ഫോണൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതെങ്ങനെ നോയ്സ് ക്യാൻസലേഷൻ നടക്കുന്നത്? ഈ DSP ആണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ അവിടെ റിമൂവ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് FPU എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ്. ഓക്കെ, അതെന്താണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, അതായത് ഡെസിമൽ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും ഹാർഡ്വെയർസ് ഒക്കെ. ഓക്കെ, സോ FPU ആണ് ഈ പെർഫോം ചെയ്യുക ഇങ്ങനത്തെ ഡെസിമൽ കാൽക്കുലേഷൻസ് ഒക്കെ. ഇപ്പം 25.7 ഇൻറ്റു 38.12 അങ്ങനെയൊക്കെയുള്ള ഈ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുക ഈ FPU ആണ്. ഓക്കെ, സോ അത് ഫാസ്റ്റായിട്ട് പെർഫോമൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. പെർഫോംസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കാൽക്കുലേഷൻസ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്താണ്? ഫാസ്റ്റർ ഡെസിമൽ അരിത്തമെറ്റിക്, അതായത് ഈ ഡെസിമൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഫാസ്റ്റായിട്ട് ചെയ്യും. മാത്തമാറ്റിക്കൽ പെർഫോമൻസും ഇമ്പ്രൂവ് ആവും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് AHB5. ഓക്കെ, AHB5 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഹൈ പെർഫോമൻസ് ബസ്. ഓക്കെ, സോ ഇതൊരു ഹൈ സ്പീഡ്, ഇപ്പോൾ നമ്മളൊരു ഹൈ സ്പീഡ് ഹൈവേ ഒക്കെ പോലാണ് ഈ ഹൈ പെർഫോമൻസ് ബസ്. അതെന്തിനാണ്? ഈ ഡാറ്റയും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ ഡാറ്റ ഈ CPUൻ്റെയും പ്രൊസസ്സറിൻ്റെയും മെമ്മറീൻ്റെയും ഒക്കെ ഇടയിൽ ഡാറ്റാസ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള വേ ആണ് ഈ അഡ്വാൻസ്ഡ് ഹൈ പെർഫോമൻസ് ബസ്. ഓക്കെ, അപ്പോൾ CPUവിന് ഒരു ഡാറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ CPUക്ക് ഡാറ്റ മെമ്മറി പോയി എടുക്കണം. മീൻസ് മെമ്മറിയിലൊരു ഡാറ്റ CPUവിന് റീഡ് ചെയ്യണം. അപ്പം അത് ആ ഡാറ്റ ഏത് കൂടെ പോവുക? ഈ AHB5 ബസ് കൂടാണ് പോവുക. ഓക്കെ, so high speed communication between CPU, memory and peripherals, efficient data transfer. Okay, next is ITM trace എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേസ് മാക്രോ സെൽ. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് പറഞ്ഞാണ്. ഇതെന്താണ്? ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡീബഗിങ് കമ്പോണൻറ്റ് ഇൻ Cortex-33 M33. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ പ്രോഗ്രാമർ അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ആ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്, ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേസ് മാക്രോ സെൽ. ഓക്കെ, ട്രേസ് എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവില്ല, അതായത് സഡൻ ചേഞ്ചസ് അൺഎക്സ്പെക്റ്റഡ്ലി ആയിട്ട് എന്തെങ്കിലും സഡൻ ചേഞ്ചസ് വന്നാൽ പ്രോഗ്രാമറിന് അത് ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണ ആണ് ITM. ഓക്കെ, അതാണ് ഡീബഗിങ് കമ്പോണൻറ്റ്. ഓക്കെ, ഫങ്ഷൻസ് എന്താണ്? സെൻസ് റൺ ടൈം ഡീബഗിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഡീബഗിങ് ഇൻഫർമേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഡെവലപ്പേഴ്സിനെ പ്രോഗ്രാം ബിഹേവിയർ മനസ്സിലാക്കാൻ അനലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ETM എന്ന് പറഞ്ഞാൽ എംബഡഡ് ട്രേസ് മാക്രോ സെൽ. അതെന്താണ്? ഡീബഗിങ് പോലെ തന്നെയാണ് ഈ സെയിം ഡീബഗിങ് പേർപ്പസ് ആസ് M23. ഓക്കെ, M23 അതേ ഡീബഗിങ് ആണ്, പക്ഷേ ഇവിടെ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആണ്. ഓക്കെ, സെയിം സാധനമാണ്. ETM എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ആണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം ക്രാഷ് ആയാൽ ഈ EMT വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്താണ് പ്രോഗ്രാമിൽ നടന്നത്, ഈ പ്രോഗ്രാം എവിടെ ഒക്കർ ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ട്രേസ് മാക്രോ, എംബഡഡ് ട്രേസ് മാക്രോ സെൽ. ഓക്കെ, അപ്പോൾ റെക്കോർഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ, ഹോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഫ്ലോ ഇവിടെ റെക്കോർഡ് ചെയ്യും. പിന്നെ സോഫ്റ്റ്വെയർ ഡീബഗിങ്ങും ഒപ്റ്റമൈസേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡാറ്റ വാച്ച് യൂണിറ്റ്. ഇതും സെയിം ആസ് M23 ആണ്. അപ്പം ഈ സെയിം ആസ് M23 എന്ന് എഴുതിയേക്കാൻ പറ്റില്ല. M23 എന്താ പഠിച്ചത് ആ ഡാറ്റ കണ്ടൻറ്റ് ഇവിടെ എഴുതണം. ഓക്കെ, സെയിം ആസ് M23 എന്നുള്ള പോയിൻ്റ് എഴുതി വെച്ചാൽ മതിയാവില്ല. ഓക്കെ, ആൻഡ് ഡാറ്റ വാച്ച് പോയിന്റിൽ എന്താണ്? ഇത് മെമ്മറി ലൊക്കേഷൻസിന് ഇങ്ങനെ വാച്ച് ചെയ്യും. ഈ ബ്ലോക്കിൻ്റെ മെയിൻ റോൾ അതാണ്, മെമ്മറി ലൊക്കേഷൻസ് ഇങ്ങനെ വാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീബഗറിനെ ഇത് അറിയിക്കും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഒരു സെൻസർ ഇങ്ങനെ സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കുക, ഒരു വാല്യൂ അപ്പോൾ ഇൻകറക്റ്റായി. അപ്പോൾ ഈ DWT എന്താക്കും? നേരെ ആ വാല്യൂ എന്താ തെറ്റിയതെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ചേഞ്ച് ചെയ്യും. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാൻ ഡീബഗറിനോടാവും പറയുക ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, സോ മോട്ടേഴ്സ് മെമ്മറി ആക്സസ് ഡിറ്റക്ട്സ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ എല്ലാ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസും അത് ഡിറ്റക്ട് ചെയ്യും. പിന്നെ സോഫ്റ്റ്വെയർ ബഗ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഡാറ്റ വാച്ച് പോയിൻറ്റ് യൂണിറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ബ്രേക്ക് പോയിൻറ്റ് യൂണിറ്റ്. സോ ഇതും മറ്റേ M33 പോലെ തന്നെയാണ്. ബ്രേക്ക് പോയിൻറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഡീബഗിങ് നടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ പ്രോഗ്രാമേഴ്സിന്
ഏതെങ്കിലും ഒരു ലൈനിൽ സ്റ്റോപ്പ് ആക്കണം എന്നുണ്ടാവും. ഓക്കെ, ആ സ്റ്റോപ്പ് ആക്കുന്നതാണ് ബ്രേക്ക് പോയിൻറ്റ്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക് പോയിൻറ്റ് യൂണിറ്റ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യാണ്, അപ്പോൾ അതിൻ്റെ 50th ലൈനിൽ നമുക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമർ എല്ലാ വേരിയബിൾസ് വാല്യൂസും ചെക്ക് ചെയ്തിട്ട് ബ്രേക്ക് പോയിൻ്റ് ഇടും. ഓക്കെ, സോ സ്റ്റോപ്സ് പ്രോഗ്രാം എക്സിക്യൂഷൻ അറ്റ് സെലക്റ്റഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ സെലക്ട് ചെയ്ത ഇൻസ്ട്രക്ഷനിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. യൂസ് ഡ്യൂറിങ് ഡീബഗിങ് ആൻഡ് ടെസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് MTB. MTB ഇസ് മൈക്രോ ട്രേസ് ബഫർ. ഓക്കെ, ഈ മൈക്രോ ട്രേസ് ബഫർ എന്ന് പറഞ്ഞാൽ ഇതെന്താ സ്റ്റോർ ചെയ്യുക, അതായത് മൈക്രോ ട്രേസ് ബഫർ. ഓക്കെ, അപ്പം സ്മോൾ ഹിസ്റ്ററി ഓഫ് റീസെൻറ്റ് എക്സിക്യൂട്ടഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇതാ സ്റ്റോർസ് റീസെൻറ്റ് എക്സിക്യൂഷൻ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ മുമ്പ് നടന്ന എക്സിക്യൂഷനൊക്കെ ഹിസ്റ്ററികൾ സ്മോളായിട്ട്, അതായത് മൈക്രോ പോലെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട്സ് ലോ കോസ്റ്റ് ഡീബഗിങ്. അതായത് ഇവിടെ നമ്മൾ മുമ്പത്തെ ഹിസ്റ്ററിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താ ഡീബഗിങ്ങിന് വലിയ കോസ്റ്റ് വരില്ല, കാരണം നമ്മൾ ഡാറ്റ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും തെറ്റ് വന്നാൽ നമുക്ക് എന്താ നടന്നതെന്ന് ജസ്റ്റ് ബിഫോറുള്ള സാധനം നോക്കി നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതാണ് MTB. ഇതിൻ്റെ ഒക്കെ ഓരോ വേർഡ്, ഇപ്പം ബ്രേക്ക് പോയിൻറ്റ് യൂണിറ്റ് എന്താ പേര് കേട്ടാൽ തന്നെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ മൈക്രോ ട്രേസ് എന്ന് പറഞ്ഞാൽ മൈക്രോ, അപ്പം സ്മോൾ ഹിസ്റ്ററി കീപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് JTAG. ഓക്കെ, ഈ JTAG എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ഡീബഗിങ് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, അത് ഫംഗ്ഷൻ കണ്ടോ, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡീബഗിങ് ഇൻ്റർഫേസ് ആണ്. പ്രോഗ്രാമിങ്ങിനും ടെസ്റ്റിനും വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ, ഓക്കെ, ഒരു പ്രോഗ്രാമർ ഒരു കമ്പ്യൂട്ടറും ഒരു മൈക്രോ കൺട്രോളറും തമ്മിൽ കണക്ട് ചെയ്യാണ്. അത് JTAG വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ JTAG എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ, ഒരു ഫിസിക്കൽ തിങ് ആണ്. അത് കമ്പ്യൂട്ടറും അതേപോലെ ഒരു മൈക്രോ കൺട്രോളറും തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഈ JTAG യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും ഡീബഗ് ചെയ്യാനൊക്കെ JTAG വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സീരിയൽ വയർ ഡീബഗ്. ഇപ്പോൾ സീരിയൽ വയർ ഡീബഗ് എന്ന് പറഞ്ഞാൽ ഇത് ഈ JTAG പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ ഫ്യൂവർ വയേഴ്സാണുള്ളത്. ഓക്കെ, അഡീഷണൽ ഡീബഗിങ് ഇൻ്റർഫേസ്. ഇത് മറ്റേനേക്കാളും ഡീബഗിങ് ഇൻ്റർഫേസ് അഡീഷണൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, സിംപ്ലിഫൈഡ് ഡീബഗിങ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം JTAG എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പിന്നുണ്ടാവും, പക്ഷേ JTAGനെക്കാട്ടിയും സിമ്പിളാണ് ഈ സീരിയൽ വയർ ഡീബഗ്. ഓക്കെ, അപ്പം അതേ യൂസ് തന്നെയാണ് ഡീബഗിങ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, പക്ഷേ യൂസസ് ഫ്യൂവർ പിൻസ് ദാൻ JTAG. ഓക്കെ, സോ ലോവർ ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി ആണ് ഇവിടെ. ഓക്കെ, ഫാസ്റ്റർ ഡീബഗിങ് ഒക്കെ നടക്കും ഇതിൽ. ദ നെക്സ്റ്റ് ഇസ് കോ പ്രോസസ്സർ ഇൻ്റർഫേസ്. ഓക്കെ, കോ പ്രോസസ്സർ ഇൻ്റർഫേസ് അതിൽ പറയുന്നത് എന്താ, എഡീഷണൽ ഫീച്ചർ ഇൻ Cortex-M 33. സോ ഇത് എഡീഷണൽ ആയിട്ടുള്ള ഫീച്ചറാണ്. മുമ്പത്തെ M23 ഈ ഫീച്ചർ ഇല്ല. ഓക്കെ, ഫംഗ്ഷൻ എന്താ, കണക്ട് എക്സ്റ്റേണൽ കോ പ്രോസസ്സേഴ്സ്. ഓക്കെ, അപ്പം ഇത് M33 ഒരു ന്യൂ ഫീച്ചറാണ് കോ പ്രോസസ്സർ ഇൻ്റർഫേസ്. ഓക്കെ, ഈ ഇൻ്റർഫേസ് എന്തിനാ, എക്സ്റ്റേണൽ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. ആ എക്സ്റ്റേണൽ പ്രോസസ്സേഴ്സിനാണ് കോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോ പ്രോസസ്സേഴ്സിനെ നമ്മളെ മെയിൻ CPU ആയിട്ട് ഒപ്പം വർക്ക് ചെയ്യാൻ, അതായത് ടു വർക്ക് ടുഗെദർ വിത്ത് ദ മെയിൻ CPU. ഓക്കെ, സോ ഈ കോ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രോസസ്സേഴ്സ് ആണ്. സോ ഇറ്റ് helps to combine the working of the co-processor and the main CPU. Okay, extends processing capability. So it extends the processing capability. Okay, so the co-processor performs the works faster and also it gives the result faster. Okay, so then applications AI accelerators, specialized hardware modules, അതായത് മെഷീൻ ലേണിംഗ്, സ്പെഷ്യൽ ഹാർഡ്വെയർ മൊഡ്യൂളുകൾ, ഇതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, AI ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു AI ആക്സിലറേറ്റർ ഉണ്ട്. ഓക്കെ, അത് കണക്ട് ചെയ്തൊരു AI ആക്സിലേറ്റർ ഉണ്ട്. അപ്പോൾ CPU AI കാൽക്കുലേഷൻസ് ഒക്കെ കോ പ്രോസസ്സറിലേക്ക് അയക്കും ഈ AI ആക്സിലേറ്റർ വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ട്രസ്റ്റ് സോൺ ഫോർ ARM v8M. ഓക്കെ, ട്രസ്റ്റ് സോൺ എന്താ നമുക്കറിയാം, രണ്ടാക്കി ഡിവൈഡ് ചെയ്താണ്, സെക്യൂർ വേൾഡ് ആൻഡ് നോൺ സെക്യൂർ വേൾഡ്. ട്രസ്റ്റ് സോൺ എന്നുള്ള പേര് തന്നെ മനസ്സിലാവും. ഓക്കെ, ട്രസ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി ഫീച്ചറാണ്. ഓക്കെ, സോ ഇറ്റ് ഡിവൈഡ്സ് ദ പ്രോസസ്സർ ഇൻടു ടു വേൾഡ്സ് വിച്ച് ഇസ് ദ സെക്യൂർ വേൾഡ് ആൻഡ് ദ നോൺ സെക്യൂർ വേൾഡ്. സെക്യൂർ വേൾഡ് പാസ്വേഡ്, എൻക്രിപ്ഷൻ കീസ്, അതേപോലെ യൂസർ ക്രെഡൻഷ്യൽസ്, ബാങ്കിങ് ഡാറ്റാസ് ഒക്കെ ഉണ്ടാവും. നോൺ സെക്യൂറിൽ എന്താ ഉണ്ടാവുക, നോർമൽ LED ഡിസ്പ്ലേ അല്ലെങ്കിൽ സെൻസേഴ്സ്, അങ്ങനത്തെ ഡാറ്റ ഒക്കെയാണ് നോൺ സെക്യൂർ വേൾഡിൽ ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഡാറ്റ, സെക്യൂർ ക്രിപ്റ്റോഗ്രഫിക് ഓപ്പറേഷൻസ് ആൻഡ് എസെൻഷ്യൽ ഫോർ സെക്യൂർ IoT ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്. ഓക്കെ, ട്രസ്റ്റ് സോൺ ഫോർ ARM v8ൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്.
Okay, after the components of the M33, here we have the difference between the Cortex M23 and M33. Okay, so ഈ Cortex M23 33 ഉള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഈ Cortex M33 എന്ന് പറഞ്ഞാൽ M23ൻ്റെ പോലെ തന്നെയാണ്, പക്ഷെ അതിൽ പെർഫോമൻസും സെക്യൂരിറ്റിയും കൂടുതൽ ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്തിടും. ഓക്കെ, സോ M23ൻ്റെ കൂടെ മോർ പെർഫോമൻസും മോർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും മോർ സെക്യൂരിറ്റി ഒക്കെ കൂട്ടിയതാണ് M33 ആയിട്ട് ഫോം ചെയ്തത്. M23ൻ്റെ കൂടെ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് M33 ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ we have learned both the Cortex-M 23 and 33. Okay, so now let's compare them by features. Okay, so this comparison is very important. So first is the architecture profile. So M23 എന്ന് പറഞ്ഞാൽ ബേസ് ലൈൻ ആണ്, അതായത് ബേസിക് ഫീച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുക, സിമ്പിൾ എംബെഡ് സിസ്റ്റത്തിലൊക്കെയാണ് അത് യൂസ് ചെയ്യുക. And in 33 it's മെയിൻ ലൈൻ ആർക്കിടെക്ചർ, മോർ അഡ്വാൻസ്ഡ് ആൻഡ് ബെറ്റർ പെർഫോമൻസ് ഫീച്ചേഴ്സ് ഒക്കെ ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് DSP സപ്പോർട്ട്. ഓക്കെ, DSP സപ്പോർട്ട് എന്താണ്? ഡിജിറ്റൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സിഗ്നൽ പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പോൾ 23ൽ DSP ഇല്ല, 33ലാണെങ്കിൽ DSP ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓഡിയോ പ്രോസസ്സിങ്ങിന് ഇമേജ് പ്രോസസ്സിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ടാർഗറ്റ് സിസ്റ്റം. ഓക്കെ, ഈ Cortex M23ൻ്റെ ടാർഗറ്റ് സിസ്റ്റംസ് ഒക്കെ സിമ്പിൾ ആൻഡ് സ്മോൾ ആയിട്ടുള്ള എംബെഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അതായത് സ്മാർട്ട് വാച്ച്, സെൻസർ അങ്ങനത്തെ ഒക്കെ. പക്ഷേ 33ലാണെങ്കിലോ അഡ്വാൻസ്ഡ് എംബെഡ് സിസ്റ്റംസ് ആണ്. ഇപ്പം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ റോബോട്ടിക്സിൽ AI ഡിവൈസസ് ഇതൊക്കെയാണ് Cortex M33ൻ്റെ ടാർഗറ്റ് ഡിവൈസസ്. പിന്നെ പവർ കൺസപ്ഷൻ പറയുകയാണെങ്കിൽ ഭയങ്കര അൾട്രാ ലോ പവർ കൺസപ്ഷൻ ആണ് 23ലുള്ളത്. 33 ആകുമ്പോൾ ലോ പവറാണ്. ബോത്ത് രണ്ടും വെരി ലോ ലിറ്റിൽ പവർ മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. പക്ഷേ കുറച്ചുകൂടി സ്പെഷ്യലി ഒപ്റ്റിമൈസ് ആയിട്ടുള്ളത് ഇതിൽ 23 ആണ്, അൾട്രാ ലോ പവർ യൂസ് ചെയ്യുന്നത്. സെക്യൂരിറ്റിൻ്റെ പറയുകയാണെങ്കിൽ ബേസിക് ട്രസ്റ്റ് സോൺ സപ്പോർട്ടാണ് 23ലുള്ളത്, അഡ്വാൻസ്ഡ് ട്രസ്റ്റ് സോൺ സെക്യൂരിറ്റിയാണ് 33ലുള്ളത്. അതായത് 33ൽ 23നേക്കാളും സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്തിരുന്നു. പിന്നെ FPU, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ് എന്ന് പറയുമ്പം അത് Cortex 23ലില്ല, Cortex M23ൽ FPU ഇല്ല, 33ൽ ഉണ്ട്. ഓക്കെ, പിന്നെ മെമ്മറി റിക്വയർമെൻറ്റ്സ്, സ്മോളർ മെമ്മറി ഫോട്ട്പ്രിൻറ്റ്സ് ആണ് ഉള്ളത്. മറ്റതിലാണെങ്കിൽ ലാർജർ മെമ്മറി സപ്പോർട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം 23ൽ സ്മോളർ മെമ്മറിയാണ്, അതായത് 23ൽ ഇപ്പം ഫ്ലാഷ് മെമ്മറിയും റാമൊക്കെ ലെസ് ആവും. മറ്റേലാണെങ്കിൽ സ്ലൈറ്റ്ലി മോർ ദാൻ M23. പിന്നെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ സെൻസേഴ്സ്, വെയറബിൾസ്, സ്മാർട്ട് വാച്ച് ഒക്കെ പോലെ സിമ്പിൾ IoTs ഒക്കെ. മറ്റതിൽ ഇൻഡസ്ട്രിയൽ IoT, ഇപ്പം ഒരു കാറിൻ്റെ എയർ ബാഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു AI ക്യാമറാസ്, അല്ലെങ്കിൽ റോബോട്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന്, അതൊക്കെയാണ് Cortex M33ൻ്റെ ആപ്ലിക്കേഷൻ. കോംപ്ലക്സിറ്റി പറയുകയാണെങ്കിലോ ഈ Cortex M23 ഭയങ്കര സിമ്പിൾ ആർക്കിടെക്ചറാണ്, കുറച്ച് ബ്ലോക്കുകളൊക്കെ ഉള്ളൂ. പക്ഷേ 33ൽ മോർ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചറാണ്, കുറേ ബ്ലോക്കുകളുണ്ട്. ഏതൊക്കെ? ഇപ്പോൾ മോറായിട്ട് DSP, FPU, അതേപോലെ സെക്യൂരിറ്റി കൂടിയാണ്, ഡീബഗിങ് ഫീച്ചേഴ്സൊക്കെ കൂടിയാണ് M33ൽ. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ ആപ്ലിക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് Cortex M23 ഒരു ബെറ്റർ ചോയ്സ് ആണ്. പക്ഷേ നമ്മളൊരു ഹൈ സ്പീഡ്, ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള സിസ്റ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മോർ സ്ട്രോങ്ങർ സെക്യൂരിറ്റി വേണം. അതേപോലെ ഇപ്പം കാൽക്കുലേഷൻസും AI ഇൻ്റഗ്രേറ്റഡ് ഒക്കെ ആണെങ്കിൽ M33 പ്രോസസ്സറാണ് ബെറ്റർ. Okay, so this is the main difference between Cortex M23 and Cortex M33.